കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. തിരുവനന്തപുരം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമായിട്ട് ഒരുപാട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പരിശോധിച്ചാൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ആറ്റിങ്ങൽ, കാട്ടാക്കട, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, പുതുക്കാട്, ഇരിഞ്ഞാലക്കുട എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് ബി.ജെ.പി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഇവിടെയൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബി.ജെ.പിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 5000-നും 10,000-നും ഇടയിലായിട്ടാണ് ചില മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷമുള്ളത്. ചില മണ്ഡലങ്ങളിൽ 10,000-ന് മുകളിലുള്ള മണ്ഡലങ്ങളുമുണ്ട്. ഈ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബി.ജെ.പി. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കേരളത്തിൽ വോട്ട് പാറ്റേൺ വലിയ വ്യത്യാസമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്ത രീതിയിലായിരിക്കില്ല നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുന്ന രീതി. UDF, LDF അതാണ് കേരളത്തിലെ സർക്കാർ സംവിധാനം. അതിനപ്പുറത്ത് ബി.ജെ.പി. എന്ന സാധ്യത ഇതുവരെയും കേരളത്തിലെ വോട്ടർമാരുടെ അല്ലെങ്കിൽ കേരള ജനതയുടെ ചിന്തകളിൽ വന്നിട്ടില്ല. അത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഉൾത്തിരിയാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിൽ ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് മത്സരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാക്കന്മാരും അവർ മത്സരിക്കാൻ പോകുന്ന മണ്ഡലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമായി പരിശോധിക്കുന്നത് കേരള ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ കോന്നി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കും. രണ്ടാമത് പത്മജ വേണുഗോപാൽ, കോൺഗ്രസിൽ നിന്നും പാർട്ടി മാറി ബി.ജെ.പിയിലെത്തിയ പത്മജ വേണുഗോപാൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കും. അടുത്തത് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ നേമത്ത് മത്സരിക്കും. അടുത്തത് സംസ്ഥാന ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള കുമ്മനം രാജശേഖരൻ മഞ്ചേശ്വരത്ത് മത്സരിക്കും. അടുത്തത് സംസ്ഥാന ബി.ജെ.പിയുടെ യുവ നേതാവ് S. സുരേഷ് തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കും. അടുത്തത് ബി.ജെ.പിയുടെ വനിതാമുഖം TP സിന്ധുമോൾ നാട്ടികയിൽ മത്സരിക്കും. അടുത്തത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാലക്കാട് മത്സരിക്കും. അടുത്തത് മഹിളാ മോർച്ച അധ്യക്ഷ നവ്യ ഹരിദാസ് കോവളം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കും. അടുത്തത് ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറിയുമായ MT രമേശ് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കും. അടുത്തത് ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് PK കൃഷ്ണദാസ് കാട്ടാക്കടയിൽ മത്സരിക്കും. അടുത്തത് ബി.ജെ.പിയുടെ ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണൻ ഒല്ലൂരിൽ മത്സരിക്കും.